അന്നാ നല്ല ഗംഭീര തിരക്ക് തന്നെയാണ്. രാവിലെ തന്നെ രഥോത്സവത്തിന്റെ ആദ്യത്തെ ദിവസമാണ്, ആദ്യ തേര് ഉരുളുന്ന ദിവസമാണ്. എനിക്ക് പിന്നിൽ കാണാം ഈ രഥം. മനു ഇവിടെ രാവിലെ തന്നെ വന്ന് ഇതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞ് പഠിച്ചു വെച്ചിട്ടുണ്ട്. മനുവിനോട് ചോദിക്കാം, മനു എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു ഇവിടെ വന്നിട്ട്? ഏത് രഥമാണ് ആദ്യം ഉരുളുക? ഇതൊരു ഭയങ്കര രസകരമായ കാഴ്ചയാണ്. കാരണം നമ്മളൊക്കെ ഇത് ടെലിവിഷനിൽ കണ്ടതല്ലാതെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുന്നത് പാലക്കാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൈതൃക ഉത്സവം എന്നാണ്. കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് പാലക്കാടിന്റെ ഒരു ചൊല്ല് തന്നെ. അതായത് കാശിയിൽ പോകുന്നത് പോലെ തന്നെയാണ് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെത്തിയാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ്. ഒരു ഗ്രാമത്തിന്റെ, ഒരു നാടിന്റെ എല്ലാ മനുഷ്യരും ഒത്തുചേർന്നുകൊണ്ട് ഒരു വലിയ ഉത്സവത്തിന്റെ ഭാഗമാകുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. ഇന്നാണ് ഒരു നാടിനെ, നാട്ടുകാരെ കാണാൻ ഭഗവാൻ ഇറങ്ങുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു, അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങുന്ന ദിവസം. അങ്ങനെയാണ് അതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. അതായത് നാട്ടുകാരെ കാണാനായിട്ട് ദേവൻ ഇറങ്ങുന്ന എല്ലാവരെയും മക്കൾ, അതെ, അതായത് ഭഗവാൻ ശിവൻ, ഒപ്പം തന്നെ പാർവതി, പിന്നെ ഗണപതി, അതെ, സുബ്രഹ്മണ്യൻ. അങ്ങനെയാണ് അതിന്റെ ഐതിഹ്യ സങ്കല്പം എന്ന് പറയുന്നത്. ഈ തേര് ഇറങ്ങി ഈ കൽപ്പാത്തി ഗ്രാമത്തിലൂടെ മുഴുവൻ സഞ്ചരിച്ച് ആളുകളെ കാണുന്ന ഒരു ദിവസമാണ്. അതായത് ഇന്ന് ഒന്നാം തേരുത്സവമാണ്. ഇന്നാണ് ഒന്നാമത്തെ ദിവസമാണ് തേരുത്സവത്തിന്റെ. 3 ദിവസമാണ്, ഇന്നും നാളെയും മറ്റന്നാളും. മറ്റന്നാളാണ് ദേവരഥ സംഗമം നടക്കുന്നത്. കാരണം എല്ലാ തേരുകളും ഒരുമിച്ച് സംഗമിച്ച് വിശാലാക്ഷി സമേതനായ വിശ്വനാഥ സ്വാമിയെ ദർശിക്കുന്ന ദിവസം. അങ്ങനെയാണ് അതിന്റെ ഒരു ഐതിഹ്യപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ അമ്പലത്തിൽ അങ്ങോട്ട് പോയിട്ട് തൊഴുകയാണ് ചെയ്യാറ്. അങ്ങനെയാണ് വിശ്വാസം. അമ്പലത്തിലേക്ക് ആളുകള് ദേവനെ കാണാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോകും. പക്ഷെ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേവൻ നാട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അതെ അതെ, അതൊരു വലിയ സങ്കല്പമാണ് കേട്ടോ. കാരണം ഭയങ്കര രസകരമാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും തേരുകൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങുന്നതിനായി ഒരുക്കി നിർത്തി. ഇതാണ് ഗണപതിയുടെ തേരാണ് ഇത്. അതിന് തൊട്ടപ്പുറം കാണുന്നതാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ തേര്. ഇവിടെ കാണുന്നതാണ് നമ്മുടെ തൊട്ട് മുന്നിൽ കാണുന്ന ഈ വലിയ തേരാണ്. അതെ, വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട തേര്. അപ്പോൾ ആദ്യം ഗണപതിയുടെ തേര് കുറച്ച് സമയം അനക്കും. അതിനുശേഷമാണ് സുബ്രഹ്മണ്യന്റെ തേര് വലിച്ചു പോകുക. പിന്നെ ഏറ്റവും ഒടുവിലാണ് തിരുക്കല്യാണത്തിന് ശേഷമാണ് വിശ്വനാഥ സ്വാമിയുടെ തേര് പുറത്തേക്ക് ഇറങ്ങുക. അതാണ് ആ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ചടങ്ങ് എന്ന് പറയുന്നത്. ഒരു 12:15 മണിയോടുകൂടി ഇന്നത്തെ ചടങ്ങുകൾക്ക് സമാപനമാണ്. ആദ്യത്തെ തേര് ഉരുളുന്നത് ഏകദേശം 12 മണിയോട്. അല്ലല്ല, ആദ്യത്തെ തേര് ഒരു 10:45 മണിയോടുകൂടി തന്നെ ഉരുളും. അതിനുശേഷം തൊട്ടുപുറകിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ തേരാണ് ഒരുപാട് ദൂരത്തേക്ക് വലിച്ചു കൊണ്ടുപോവുക. ഭക്തരാണ് വലിച്ചു കൊണ്ടുപോകുന്നത്. അതിനുശേഷമാണ് തിരുക്കല്യാണം എന്ന് പറഞ്ഞ ചടങ്ങുണ്ട് ക്ഷേത്രത്തിൽ. ആ ചടങ്ങിന് ശേഷമാണ് ഈ പ്രധാനപ്പെട്ട തേരായി വിശ്വനാഥ സ്വാമിയുടെ തേര് പുറത്തേക്ക് വലിക്കുക. ഇതെല്ലാം ചേർന്നൊരു ഏകദേശം ഒരു 12:15 മണിയോട് കൂടിയിട്ട് ആ ചടങ്ങുകൾക്ക് സമാപനമാകും. പിന്നീട് അതിന്റെ ബാക്കി വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷമാകും. പിന്നെ നാളെയും പറയുന്നത് വലിയ ആഘോഷമാണ് ഈ കൽപ്പാത്തിക്കാരെ സംബന്ധിച്ചിടത്തോളം. നാനാദേശങ്ങളിലുള്ള കൽപ്പാത്തി വാസികൾ ഇവിടേക്ക് എത്തുന്നു. ഭഗവാന്റെ തേര് വലിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇത്രയും വലിയ തേരാണ്, നമുക്കറിയാലോ. ഒത്തിരി ഹൈറ്റ് ഉണ്ട്, ഒത്തിരി നീളത്തിലാണ്. അതിനാൽ തന്നെ വലിയ ശക്തി. അതെ, ഞാനവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് 4 ചക്രങ്ങളുള്ള തേരാണ്. ഈ 2 തേര് 4 ചക്രങ്ങളുള്ളതാണ്, സുബ്രഹ്മണ്യന്റെയും ഗണപതിയുടെയും. അവിടെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ തേരെന്ന് പറയുന്നത് അതിന് 6 ചക്രമുണ്ട്. 2 ആന ഒരുമിച്ച് തള്ളണമെന്നാണ് പറഞ്ഞത്. പക്ഷേ 2 ആനയ്ക്ക് അനുമതി ഇല്ലാത്തതുകൊണ്ട് ഒരു ആനയും ഒരു JCBയും ചേർന്നാണ് അത് കൊണ്ടുപോകുക എന്നാണ് അവിടുത്തെ ചേട്ടന്മാരോട് പറഞ്ഞത്. അപ്പോൾ നോക്കൂ, അതിന്റെ ഒരു ഭക്തർ വലിക്കുകയും ചെയ്യും.